ഹലോ വെൽക്കം ബാക്ക്. സോ ഇത് കഴിഞ്ഞ ദിവസം നടന്ന റീനീറ്റ് എക്സാമിൻ്റെ ഫിസിക്സിലെ വെർണിയർ കാലിപ്പർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പലരും ഇതിൻ്റെ ആൻസർ പോസിറ്റീവാണ്, ഇവർ 1.04 ആണെന്ന് പറയുന്നവരുണ്ട്. ചില എക്സ്പ്ലനേഷൻസിനകത്ത് 1.06 ആണ് വേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ എററാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ബോണസ് മാർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വെർണിയർ കാലിപ്പർ നിന്നല്ല തവണ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ജെഇക്കൊക്കെ നമ്മൾ രണ്ട് ടൈപ്പ് വെർണിയർ കാലിപ്പർ പഠിപ്പിക്കാറുണ്ട്. ഒരു വെർണിയർ കാലിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു വെർണിയർ കാലിപ്പർ ഉണ്ട്. ആ വെർണിയർ കാലിപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്ന വെർണിയർ കാലിപ്പറിനകത്ത് ശരിക്കും നമ്മൾ 9 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 10 ഡിവിഷൻ ഓഫ് വെർണിയർ സ്കെയിൽ, അല്ലെങ്കിൽ 9 മില്ലിമീറ്റർ നമ്മൾ 10 പാർട്ട് ആക്കിയിട്ടാണ് നമ്മൾ വെർണിയർ കാലിപ്പർ ഡിസൈൻ. അതാണ് നമ്മൾ +2 ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു എഞ്ചിനീയറിംഗ് ലാബിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് 11 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 10 വെർണിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറയുന്ന എടുക്കുന്ന വെർണിയർ കാലിപ്പറാണ് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 മില്ലിമീറ്ററിനെ 10 ഡിവിഷൻ ആക്കുന്നതിനേക്കാൾ പ്രിസൈസ് ആയി വരുന്നത് 11 മില്ലിമീറ്ററിനെ 10 ഡിവിഷൻ ആക്കുന്നതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. സോ നമുക്ക് ആ ഒരു വെർണിയർ കാലിപ്പറും എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ ആദ്യം തന്നെ ആ വെർണിയർ കാലിപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ നമ്മൾ 11 മെയിൻ സ്കെയിൽ ഡിവിഷന് ഈക്വാലന്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ എടുക്കും. ആ സ്കെയിലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മില്ലിമീറ്റർ ആണ് വരിക. ദെൻ ആ 11 മില്ലിമീറ്റർ ഉള്ള ആ പറയുന്ന വെർണിയർ സ്കെയിലിനെ നമ്മൾ ഈക്വൽ ആയിട്ട് 10 ഡിവിഷൻസ് ആക്കി മാറ്റും. സോ അതിലെ ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ് വരിക. ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളെ സ്കെയിൽ വരുന്നുണ്ടാവുക. മുകളിൽ ഗ്രീനിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെ മെയിൻ സ്കെയിലാണ്, താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വെർണിയർ സ്കെയിലാണ്. അങ്ങനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ടിന്റെ കാൽക്കുലേഷൻ. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് വാല്യൂവിനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ഈ വെർണിയർ സ്കെയിൽ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് മെഷർമെന്റ്സ് എടുക്കുന്നത്. സോ ഞാൻ സ്ലൈറ്റ്ലി മൂവ് ചെയ്ത സമയത്ത് ആദ്യമായി കോയിൻസൈഡ് ചെയ്യുന്നത് 9th ഡിവിഷൻ ആണ്. റെഡി? അങ്ങനെയാണ് നമുക്ക് അവിടെ ലീസ്റ്റ് കൗണ്ടിന്റെ കാൽക്കുലേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 11 മില്ലിമീറ്റർ ആണ് ശരിക്കും രണ്ട് ജോയും മീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വെർണിയർ സ്കെയിൽ ഡിവിഷൻ. അതായത് 10th ഡിവിഷൻ അല്ലെങ്കിൽ 10th ഡിവിഷൻ ഓഫ് വെർണിയർ സ്കെയിൽ ആണ് ഇവിടെ ശരിക്കും മെയിൻ സ്കെയിലുമായി കോയിൻസൈഡ് ചെയ്യാം രണ്ട് ജോയും മീറ്റ് ചെയ്യുന്ന സമയത്ത്. ദെൻ നമ്മൾ സ്ലൈറ്റ്ലി മൂവ് ചെയ്യുന്ന സമയത്ത് 9th ഡിവിഷൻ ആണ് കോയിൻസൈഡ് ചെയ്യുക. അതായത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാപ്പ്, അതായത് ഇവിടെ വളരെ ചെറിയ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. ഈ ഗ്യാപ്പാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത്. സോ അതാണ് ലീസ്റ്റ് കൗണ്ട് വരിക. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എടുക്കണമെങ്കിൽ അതേ ഗ്യാപ്പ് തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യുക, അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യുക. സോ നമുക്ക് ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും ലീസ്റ്റ് കൗണ്ടിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 വെർണിയർ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ്. നമുക്കറിയാം നീറ്റ് 2024 25 ജെഇയുടെ 24-25 തോന്നുന്നു ഫസ്റ്റ് ജനുവരി അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ലീസ്റ്റ് കൗണ്ട് ഈസ് ഓൾവേസ് 1 MSD മൈനസ് 1 VSD എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് അവരുടെ ഒഫീഷ്യൽ കീ വന്നപ്പോൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെർണിയർ സ്കെയിലിനകത്ത് ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു VSD മൈനസ് ഒരു MSD ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ജനറൽ അപ്രോച്ച് തന്നെ നോക്കാം. നമുക്ക് എന്ന് പറഞ്ഞാൽ സപ്പോസ് n ഡിവിഷൻ ഓൺ വെർണിയർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n വെർണിയർ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു n+1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1 ഡിവൈഡഡ് ബൈ n മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വരും. സോ ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ n മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വരും. സോ മെയിൻ സ്കെയിൽ ഡിവിഷൻ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ n+1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വരും. സോ n നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു n+1 മൈനസ് n ഓൾ ഡിവൈഡഡ് ബൈ n മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വരും. സോ ഇവിടെ n-ഉം മൈനസ് n-ഉം ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ n എന്നാണ് വരിക. ഹിയർ n ഈസ് ദ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ വെർണിയർ സ്കെയിൽ.
അപ്പോഴും നമുക്ക് ലീസ്റ്റ് കൗണ്ട് കിട്ടുന്നത് എത്ര തന്നെയാണ്? ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ 1 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് 10 ആണ്. അപ്പോഴും നമുക്ക് 0.1 മില്ലിമീറ്റർ തന്നെയാണ് എന്ത് കിട്ടുക? ലീസ്റ്റ് കൗണ്ട് കിട്ടുക. റെഡി? ഇനി ഇതിനകത്ത് നമുക്ക് സീറോ എററിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് അതിന്റെ ഒരു ഐഡിയ വരുന്നത് നോക്കാം. ദെൻ നമ്മൾ ഫസ്റ്റ് തന്നെ പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എങ്ങനെയാണോ മെഷർമെന്റ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ പോസിറ്റീവ് എറർ ഉണ്ടാകും. സോ പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജോയും മീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സപ്പോസ് വെർണിയർ സ്കെയിലിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാൾ മുമ്പിലാണ് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ പോസിറ്റീവ് എറർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മിനിമം പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റ് 9th ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 9th ഡിവിഷൻ ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. 9th ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് തന്നെയാണ്. സോ അവിടെയാണ് ഏറ്റവും മിനിമം പോസിറ്റീവ് എറർ ഉണ്ടാവുക. സോ അവിടുത്തെ പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ആണ് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് 0.1 മില്ലിമീറ്റർ. ദെൻ അടുത്ത ഇത് നോക്കുന്ന സമയത്ത് ജസ്റ്റ് കുറച്ചുകൂടെ നമ്മൾ വെർനിയർ സ്കെയിൽ കുറച്ചുകൂടെ നമ്മൾ മൂവ് ചെയ്ത് രണ്ട് ജോയി മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ 8th ഡിവിഷൻ ആയിരിക്കും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ 8th ഡിവിഷൻ ആണ് കോയിൻസൈഡ് ചെയ്യുന്നെങ്കിൽ അവിടുത്തെ സീറോ എറർ പോസിറ്റീവ് ആണ്. വിച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് 0.2 മില്ലിമീറ്റർ ആണ് വരിക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 7th ഡിവിഷൻ ആണ് കോയിൻസൈഡ് ചെയ്യുക. സോ 7th ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് ഇത്രയും എന്തുണ്ടാകുന്നത്? പോസിറ്റീവ് സീറോ എറർ ഉണ്ടാകുന്നത്. സോ അവിടുത്തെ സീറോ എറർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സീറോ എറർ വിൽ ബി ഈക്വൽ ടു പ്ലസ് 0.3 മില്ലിമീറ്റർ ആണ്. റെഡി? അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു ജനറലി നമുക്ക് മനസ്സിലാക്കാം. ബാക്കിൽ നിന്നും എത്രാമത്തെ ഡിവിഷൻ ആണോ കോയിൻസൈഡ് ചെയ്യുന്നത് ആ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എറർ കിട്ടും. ഈ ഒരു ടൈപ്പ് ഓഫ് വെർനിയർ സ്കെയിലിനകത്ത് ബാക്കിൽ നിന്നും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എത്രാമത്തെ ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുന്നു, ബാക്കിൽ നിന്നും എത്രാമത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് മെയിൻ സ്കെയിൽ ഡിവിഷനുമായി കോയിൻസൈഡ് ചെയ്യുന്നത് ആ ഡിവിഷൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ലീസ്റ്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എറർ കിട്ടും. ഇനി എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് സീറോ എറർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നെഗറ്റീവ് സീറോ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ജോ മീറ്റ് ചെയ്യുന്ന സമയത്ത് വെർനിയർ സ്കെയിലിന്റെ സീറോ എന്ന് പറയുന്നത് സീറോ ഓഫ് മെയിൻ സ്കെയിലിനേക്കാൾ പുറകിലാണ് ഉണ്ടാവുക. സോ അതാണ് ഇവിടെ ഏറ്റവും മിനിമം വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഡിവിഷൻ ആണ് കോയിൻസൈഡ് ചെയ്യുക. ഫസ്റ്റ് ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് മെയിൻ സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സീറോ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? സീറോ എറർ വിൽ ബി ഈക്വൽ ടു മൈനസ് 0.1 മില്ലിമീറ്റർ ആണ്. ദെൻ രണ്ടാമത്തെ ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സീറോ എറർ ഈസ് ഈക്വൽ ടു മൈനസ് 0.2 മില്ലിമീറ്റർ ആണ് വരിക. റെഡി? ഇനി മൂന്നാമത്തെ ഡിവിഷൻ ആണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്ത് വരും? ആ ഗ്യാപ്പ് കൂടി വരുന്നുണ്ട്. സോ അവിടെ എന്ത് വരും? സീറോ എറർ എന്ന് പറഞ്ഞാൽ സീറോ എറർ ഇസ് ഈക്വൽ ടു മൈനസ് 0.3 മില്ലിമീറ്റർ ആണ്. ദെൻ ഫോർത്ത് ഡിവിഷൻ ആണ് കോയിൻസൈഡ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അകത്ത് ചോദിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഇവിടെ നമുക്ക് ഫോർത്ത് ഡിവിഷൻ ആണ് 1, 2, 3 ഫോർത്ത് ഡിവിഷൻ ആണ് എന്ത് ചെയ്യുന്നത്? കോയിൻസൈഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ സീറോ എറർ എന്തായിരിക്കും വരിക? സീറോ എറർ വിൽ ബി ഈസ് ഈക്വൽ ടു മൈനസ് 0.4 മില്ലിമീറ്റർ ആണ് വരിക. റെഡി? ഇതേപോലെയാണ് നമ്മൾ ആ ഒരു സമയത്ത് ഇവിടെ നെഗറ്റീവ് സീറോ എറർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് ആണ്, തുടക്കത്തിൽ നിന്നാണ് ഫസ്റ്റ് എത്രാമത്തെ ഡിവിഷൻ ആണോ കോയിൻസൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടു ലാസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് ആ കൗണ്ട് ചെയ്യുന്നത് എത്രാമത്തെ ഡിവിഷൻ ആണ് വെർനിയർ സ്കെയിലിന്റെ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മളിവിടെ നെഗറ്റീവ് സീറോ എറർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ യൂഷ്വലി എടുക്കുന്ന സ്കെയിലിനകത്ത് നമ്മൾ ചെയ്യുന്ന മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പോസിറ്റീവ് സീറോ എറർ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നിന്ന് ലാസ്റ്റിലേക്കാണ് കൗണ്ട് ചെയ്യുക. ദെൻ അവിടെ നെഗറ്റീവ് സീറോ എറർ എടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ നിന്നുമാണ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. റെഡി? അങ്ങനെയാണ് നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഓഫ് എ വെർനിയർ കാലിപ്പർ ഈസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ. സോ ഇവിടെ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ് ഗിവൺ ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് ദ വെർനിയർ സ്കെയിൽ, നമ്പർ ഓഫ് ഡിവിഷൻ n തന്നിട്ടുണ്ട്. n എന്ന് പറഞ്ഞാൽ 10 ആണെന്നും ഗിവൺ ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ പഠിച്ച സ്കെയിൽ പ്രകാരം ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തതിനാൽ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 MSD divided by n ആണ്. So which is equal to 1 millimeter divided by 10, then you will get 0.1 millimeter. Ready? When the both jaws of touch each other, the vernier scale shifts to left of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് സീറോ എറർ ആണ്. ആൻഡ് ഫോർത്ത് ഡിവിഷൻ കോയിൻസൈഡ്, ശരിക്കും പറഞ്ഞാൽ ഫോർത്ത് ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ മനസ്സിലാക്കണം, അവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ സീറോ എറർ എന്താവാം,
സീറോ എറർ എന്താവാം? സീറോ എറർ എന്ന് പറയുന്നത് -0.4 മില്ലിമീറ്റർ ആവാം. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി എടുക്കുന്ന സ്കെയിലാണെങ്കിൽ അതിന്റെ സീറോ എറർ എന്ത് വരാം? സീറോ എറർ എന്ന് പറഞ്ഞാൽ -0.6 മില്ലിമീറ്ററും വരാം. പക്ഷെ നമ്മൾ ആൻസർ നോക്കുന്ന സമയത്ത് 1.04 ആകുന്ന സമയത്ത് അത് റോങ് അല്ല. അവിടെ നിന്നും നമുക്ക് എന്ത് കിട്ടും? ശരിക്കും റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെഷേർഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, 1 സെന്റിമീറ്റർ ആണ്. ദെൻ നമ്മൾ ഈ എടുത്തിരിക്കുന്ന വാല്യൂ മില്ലിമീറ്ററിലാണ് നമ്മൾ സീറോ കാൽക്കുലേറ്റ് ചെയ്തത്, അത് നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. സോ മൈനസ് ഓഫ് സീറോ എറർ എന്നാണ് നമ്മൾ പഠിച്ചുള്ളത്. സോ 1 സെന്റിമീറ്റർ മൈനസ് ഓഫ് -0.04 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടും? 1 ഇത് സെന്റിമീറ്ററിലാണ്, 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. സോ 1.04 സെന്റിമീറ്റർ വരും. 1.06 ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന സ്കെയിൽ, നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സ്കെയിലാണ്. ഇതൊരിക്കലും തെറ്റല്ല. പലരും ഇത് തെറ്റാണ്, ഇത് ബോണസ് മാർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടു. ഒരിക്കലും അങ്ങനല്ല. ഇങ്ങനെ ഒരു വെർനിയർ സ്കെയിലൂടെ ഉണ്ട്. ഇത് ജെഇഒക്കെ സാധാരണ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നീറ്റിനകത്ത് മുമ്പ് എവിടെയോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു.